ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരി മിൽക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് അവിൽ മിൽക്ക് പോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അവിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കഴുകിയത് ഒരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് നമ്മൾ ഇതിനെടുക്കുന്നത് കേട്ടോ. ഒന്ന് കഴുകിയിട്ടൊന്ന് വറുത്തിട്ട് സാധാരണ നമ്മൾ അരി വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കുക. ഇത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അരി എങ്ങനെ വറുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരി അല്ല എടുത്തിട്ടുള്ളത്, നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് എടുക്കേണ്ടത്. ഇനി ഇത് നല്ല തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ അരി പൊട്ടി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അരി പൊട്ടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് പരത്തി വെക്കുക. എന്നിട്ട് അരി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. എല്ലാ അരിയും പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാം. പിന്നെ ചട്ടിയുടെ ചൂട് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അടിയത്തെ അരിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാ അരിയും ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചട്ടിയുടെ ആ ഒരു ചൂട് മാറുന്ന വരെ, അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് തന്നെ വറവായിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ അരിയും ഒന്ന് പൊട്ടി വന്നാൽ മാത്രം മതി. അപ്പോൾ അരി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ചൂടാറാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ അരി വറുക്കുന്നതൊക്കെ. ഇപ്പോഴത്തെ ആൾക്കാർക്കേ അറിയാത്തുണ്ടാവുള്ളൂ. പഴയ ആൾക്കാർക്കൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇതൊരുപാട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം നമ്മൾ നല്ല പോലെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പഴം എടുത്തിട്ടുണ്ട് ഞാൻ. ചെറുപഴമോ റോബസ്റ്റ പഴമോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പഴം എടുക്കുന്ന നേന്ത്രപ്പഴം എടുക്കരുത്. ഇനി ഇത് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്തെടുക്കാനായിട്ട്. ഇത് നല്ലപോലെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ആപ്പിളും കൂടെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക കേട്ടോ. ആപ്പിൾ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നമുക്കതിൻ്റെ കൂടെ കടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുക. ഒരു അര ഗ്ലാസ്സെങ്കിലും ഇത് പഴത്തിൻ്റെ ആപ്പിളിൻ്റെ ആ ഒരു മിക്സ് ഇട്ടതിന് ശേഷം നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലാണ് ഈ ഒരു ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ മധുരട്ടത് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ സാധാരണ പാൽ തന്നെ എടുക്കുക. ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരിമണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര വേണമെന്നുള്ളതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് കടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് നിറച്ചിട്ട് എടുക്കരുത്, നമുക്ക് ബാക്കി ഐസ്ക്രീമും കൂടെ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കപ്പലണ്ടി വറുത്തതൊക്കെയാണ് ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് വറുത്തിട്ട് ചേർക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഐസ്ക്രീമും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റിയാക്കാൻ ചെറി, ടൂട്ടി ഫ്രൂട്ടി ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ടേസ്റ്റി ആക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.